ഹായ് ഹലോ മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ ഫാമിലി മെമ്പറിനും അതുപോലെ തന്നെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഒരുപാട് മീൻകറി റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻകറി പുട്ടിനും അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിനും ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാനിതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഒരല്പം ഉലുവ, പച്ച ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും, ഒരുപാട് വേണ്ട. അതിലേക്ക് ഒരു 1 2 3 തണ്ട് എത്രത്തോളം കറിവേപ്പില ഉണ്ടോ അത്രത്തോളം ചേർക്കുക. ഒരു 4 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇച്ചിരി ഏറെ ചേർത്ത് നല്ല മണവും രുചിയും കിട്ടും. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ ഒരു 6 അല്ലി കൂടുതലുണ്ട്, വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അത് നമുക്ക് നീളത്തിന് ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി ഞാൻ ഒരു 10-25 എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എത്ര മീനാണോ എടുക്കുന്ന ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്കതിൽ ഈ സമയം ഉള്ളിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ല വഴന്ന് കിട്ടണം, വാടി കിട്ടണം. അതിൻ്റെ പച്ചമണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം അതുപോലെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാമെന്നുള്ളത് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ പച്ചമുളകെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ ഒരു നല്ല മണമായി, പച്ചമുളകും ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്, വലിയ സ്പൂണ് തന്നെ. അതിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും ഈ കുരുമുളക് പൊടിയാണ് നമുക്ക് ഈ മീനിന് ആവശ്യത്തിനുള്ള എരിവ് കിട്ടുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മീനിന്, ചിക്കന് അല്ലെങ്കിൽ മട്ടന്, ബീഫ് ഇതിനൊക്കെ ഇവിടെ ഇച്ചിരി എരിവ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള പുളിവെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, വാളൻപുളി. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മീനിന് എത്ര ആവശ്യം വേണോ വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെക്കണ്ട. പിന്നെ ഇനി നമുക്ക് വേറൊരു അരപ്പൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വെക്കണ്ട. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ മീനിനും എല്ലാത്തിനും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു മീൻ കറി കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഒക്കെ കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ചോറിനും അതുപോലെ ടേസ്റ്റ് കേട്ടോ, അതുപോലെ മണവുക. ഇനി ഇതും നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ അരപ്പ് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നല്ല തുണ്ട മീൻ മാത്രമേ ഇതിന് കൊള്ളാവൂ കേട്ടോ. ചെറിയ മീനൊന്നും ഇട്ട് വയ്ക്കുക അത്ര ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചൂരയോ അതല്ലെങ്കിൽ കേര അല്ലെങ്കിൽ നെയ്മീൻ ഇങ്ങനെയൊക്കെ ഉള്ള മോതയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മീൻ നിങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇനി ഈ മീനെല്ലാം നമുക്കിതുപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം കേട്ടോ, ഒത്തിരി താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും കരുതലും നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാനിവിടെ വരെ എത്തിയത്. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളൊന്നും മറക്കത്തില്ല. നിങ്ങളുടെ സ്നേഹം എന്നും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിതാ ആ മീൻ അതുപോലെ അടച്ച് വെച്ച് ഇപ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. മീനൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം ഞാൻ
കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങയുടെ വിലയൊക്കെ അറിയാമല്ലോ, 1 കിലോ തേങ്ങയ്ക്ക് 90 രൂപ വരെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാലൊന്നും അത്ര സേഫ്റ്റി അല്ല. അപ്പോൾ ഞാൻ എടുത്ത തേങ്ങ നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് ശരിക്കും അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണം താല്പര്യമുള്ളവർക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കറി നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കൂട്ട് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ. ഇനി നമുക്ക് ഒരല്പം ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് അടച്ച് വെച്ച് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ അതാ നമ്മുടെ കറിയെല്ലാം വറ്റി ചാറെല്ലാം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടി പിടിക്കാതെ കിട്ടും കേട്ടോ. അതുപോലെ മീൻകറിയൊക്കെ എപ്പോഴും ഒന്ന് തിളച്ച് നല്ല ഒന്ന് പരുവായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, തീ ഒന്ന് സിമ്മിലിടുക. എന്നിട്ട് അത് അവിടെ കിടന്ന് അങ്ങനെ നല്ലപോലെ എൻ്റെയൊക്കെ അമ്മ പണ്ട് അങ്ങനെ കനൽ, ഞാനും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് വിറകടുപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്, ആ കനലിൽ കിടന്ന് തിളച്ച് വെന്ത് കിട്ടുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച കറി ലീഫ് കൂടെ, നല്ല കറി ലീഫ് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താണ്ടല്ലോ സൂപ്പറായിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറ്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം വിളമ്പി കഴിക്കാം. നല്ലപോലെ കണ്ടോ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ ഒരു രക്ഷയില്ല എൻ്റെ മക്കളെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഞാൻ വേറെയും ഒരുപാട് മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കാണുക. നിങ്ങൾ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടുക്കാച്ചി മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്, കണ്ടല്ലോ. കാണാനും കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.